ഞാൻ ചോദിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ടോവിനോയെ ഒട്ടും അറിയാത്ത, അല്ലെങ്കിൽ ടോവിനോ എന്ന പേര് അറിയാം, ഇപ്പോൾ സിനിമയിൽ കണ്ടു പരിചയമുണ്ട് എന്നുള്ളതല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ടോവിനോ എന്ന വ്യക്തി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി എങ്ങനെയാണ് ഒരു സിനിമ എന്ന് പറഞ്ഞ മാധ്യമ രംഗത്തേക്ക് വരുന്നതും അവിടെ ചുവടുറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം മുതൽക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിൻ്റെ ഒരു കഥ. അത് ഈ പ്രധാനമായിട്ടും ചെറുപ്പം മുതലേ വീട്ടിലെല്ലാവരും സിനിമ കാണാനായിട്ട് നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്. ഞാനും എൻ്റെ ചേട്ടനും ചേച്ചിയുമാണുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ അമ്മയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് അവർ എല്ലാ ആഴ്ചയും തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ചേച്ചി ജനിച്ചതിന് ശേഷമാണ് ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായി തുടങ്ങിയത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ മുട്ടിൽ കഴിഞ്ഞ് നടക്കുന്ന പ്രായത്തിൽ ചേച്ചി പിന്നെ കസേരയുടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് വേണം തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് കുറച്ചു. വിശേഷ അവസരങ്ങൾ, എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഓണം, ക്രിസ്മസ് അങ്ങനത്തെ വെക്കേഷനുകളിലൊക്കെ ഒരു സിനിമ നിർബന്ധമാണ്. പിന്നെ ആ സമയത്ത് എൻ്റെ ഓർമ്മയിലെന്ന് വെച്ചാൽ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ എന്തായാലും പോയി കാണും. അതല്ലെങ്കിൽ ഇങ്ങനെ വിശേഷ അവസരങ്ങളിൽ കാണും. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുടെങ്കിലും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും ബാക്കി വീട്ടുകാരും മൊത്തം സിനിമയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു മാൻഡേറ്ററി റൂൾ പോലെയാണ്. അപ്പം അങ്ങനെ കുറേ സിനിമകൾക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും എല്ലാ വീക്കെൻഡും ഒന്നോ രണ്ടോ വീഡിയോ കാസറ്റ്, VCP ഉണ്ട്, VCP ആയിരുന്നു ഞങ്ങളുടെ അവിടെ, വീഡിയോ കാസറ്റ് പ്ലെയർ. അപ്പോൾ അതിനകത്ത് സിനിമ കാണുക എന്നുള്ളതാണ് നമ്മളുടെ, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ OTT-യിലൊക്കെ ഇരുന്ന് കാണുന്നതെന്നൊക്കെ പറയുന്ന പോലെ എത്രത്തോളം കാര്യം ഇപ്പൊ OTT-യും TV-യിൽ സിനിമ വരുന്നത്. മറ്റ് അന്ന് ഞായറാഴ്ച ഒരു സിനിമയേ ഉള്ളൂ മലയാളം. അതെന്നുവെച്ചാൽ അപ്പൻ ഈ വീഡിയോ കാസറ്റ് നമ്മൾ എന്തായാലും വെള്ളിയാഴ്ചയാണ്, കാര്യം ശനി ഞായറും മുടക്കാതെ കാരണം കൊണ്ട് വെള്ളിയാഴ്ചയാണ് എടുക്കുക. ശനി ഞായറും കാസറ്റ് കടയും മുടക്കാം, അതുകൊണ്ട് തിങ്കളാഴ്ച കൊടുത്താൽ മതി വെള്ളിയാഴ്ച എടുത്താൽ. അപ്പോൾ ഫസ്റ്റ് ഒരു റൗണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കാണും. അത് കഴിയുമ്പോൾ ഞാനും ചേട്ടനും കൂടെ ഒരു വശം കാണും. ഇന്നും ചിലപ്പോൾ ഞായറാഴ്ചത്തെ 4 മണിപ്പടം അത്ര നല്ല അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ കണ്ടെന്ന് വരാം. ഞാൻ ചോദിച്ചത് മറ്റേ പഴയ സങ്കേതങ്ങളൊക്കെ ഓർമ്മയുണ്ടോ തരാൻ വേണ്ടിയിട്ടാ, ഈ ട്രാക്കിംഗ്, ഏത് മറ്റേ പൂപ്പല് മാറ്റാൻ ഒരു സാധനം, ചാട്ടം മാറ്റാൻ വേറെ സാധനം. അങ്ങനെ ഒരു അതിന് തന്നെ മറ്റേ VCP ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു കാസറ്റ് ഉണ്ട്. ആ കാസറ്റ് ഇട്ടിട്ട് പ്ലേ ചെയ്താൽ മതി. കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ കാസറ്റ് കാസറ്റ് കുടുങ്ങുക എന്ന് പറയുന്നത് ഇല്ല, VCP-ലില്ല. മറ്റേ നമ്മളുടെ ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് കൊടുങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാകും. നമുക്കാണെങ്കിലും ഈ അന്ന് ഈ ചെറിയൊരു എഞ്ചിനീയറിംഗ് ബുദ്ധി ഉണ്ടാവുമല്ലോ ചെറിയ പിള്ളേർക്ക് എല്ലാവർക്കും. മിക്സിയൊക്കെ കഴിച്ചിട്ട് അവസാനം തിരിച്ച് ഫിറ്റ് ചെയ്യും, പക്ഷെ 1-2 ഐറ്റംസ് പുറത്തിരിപ്പുണ്ടാവും. അത് കട്ടിലെടുത്ത് അടിയിലോട്ട് ഇടുക എന്നല്ലാതൊന്നും ചെയ്യല്ല. അപ്പൊ അങ്ങനെയൊക്കെ സിനിമ ഞങ്ങളുടെ എപ്പോഴും ഒരു കോമൺ ടോപ്പിക് ആയിരുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗം ആയിരുന്നു സിനിമ. പിന്നെ ചെറുപ്പം മുതൽ എപ്പോഴും നമുക്ക് ഷൂട്ടിംഗ് കാണാൻ പോകും. ഇരിങ്ങാലക്കുടയിൽ ക്രൈസ്റ്റ് കോളേജും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം. ഏത് സിനിമ? ഞാൻ പണ്ട് മഴവിൽ കൂടാരം എന്നുള്ള സിനിമയുടെ ഷൂട്ട് എൻ്റെ വീടിൻ്റെ 4 വീട് അപ്പുറത്ത് നടന്നിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജിൽ ഉണ്ടായിരുന്ന ഷൂട്ടിങ്. പിന്നെ മഴത്തുള്ളി കിലുക്കം, നിറം. ദിനത്തിന്റെ സമയത്ത് സ്കൂളിലാണോ? ഞാൻ തിരിച്ചില്ല. നമ്മളുടെ 2020, പുതിയ മുഖം, ഇതൊക്കെ ക്രൈസ്റ്റ് കോളേജിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിനയൻ സാറിൻ്റെ പടം. അപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വെറുതെ പോയി വായു പൊളിച്ച് നിൽക്കുക എന്ന് പറയണത് ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ ഷൂട്ടിംഗ് കാണാൻ കൊണ്ടുപോയിരുന്നു പണ്ട്. പിന്നെ ഞങ്ങൾ തന്നെത്താൻ പോയി തുടങ്ങിയ സമയത്ത് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി അതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷൂട്ടിംഗ് കാണാനായിട്ട് പോയി നിൽക്കും. അങ്ങനെ നമ്മൾ കാരവാനാണെന്ന് ചോദിച്ചിട്ട് യൂണിറ്റ് 20-യുടെ പുറത്ത് സിനിമ നടന്മാരെ കാണാനായിട്ട് പറയുന്നത് ഇതിൽ ഉണ്ടോ? ഉണ്ട്. ഈ വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയൊക്കെ ആയപ്പോഴത്തേക്കും ടെമ്പോ ട്രാവലർ കാരവാനൊക്കെ. അപ്പോൾ യൂണിറ്റ് 20-യുടെ പുറത്ത് നമ്മൾ കാരവാനാണെന്ന് പറഞ്ഞ് കാത്തിരുമ്പോൾ അപ്പുറത്ത് അതിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോളേജിലൊക്കെ എത്തുന്ന സമയപ്പോഴത്തേക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതെങ്ങനെ പുറത്ത് പറയാ ഇരിങ്ങാലക്കുടയിൽ. സ്കൂളിലൊക്കെ അഭിനയിച്ചോ നാടകത്തിലല്ലോ? കോമഡിയാ. അല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ആക്റ്റീവ് കിഡ് ആയിരുന്നില്ല. അല്ല, 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവല്ലോ. ഒന്നിപ്പം നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന കുറച്ച് സ്കൂൾ ഓഫ് ഡ്രാമ ടൈപ്പ്, കുറച്ച് ബുദ്ധിജീവി, അങ്ങനെയായിരുന്നോ അതോ സാധാരണ ആഗ്രഹം? ഞാൻ തികഞ്ഞ സാധാരണക്കാരനായിരുന്നു. അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം തിരക്കുള്ളത് പഠിക്കും. ഒരു 6ാം ക്ലാസ്സൊക്കെ വരെയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. നമ്മൾ ക്ലാസ്സിലുള്ളത് അങ്ങനെ അധികം ആൾക്കാരെ അറിയുക പോലും ഇല്ല. അങ്ങനെ സ്കൂളിൽ ലീഡർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിന് ശേഷമാണ്. എനിക്കൊരു 6th സ്റ്റാൻഡേർഡ് തൊട്ട് 9th സ്റ്റാൻഡേർഡ് വരെ ഞങ്ങളുടെ ക്ലാസ് ഷഫിൾ ചെയ്തില്ല. അപ്പോൾ 6, 7, 8 ഞങ്ങൾ 6A, 7A, 8A എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ 9-ലായപ്പോഴാണ് നമ്മൾ ഷഫിൾ ചെയ്യുന്നത്. പക്ഷെ ആ 3 കൊല്ലം മതിയായിരുന്നു ഞങ്ങൾ ഭയങ്കര ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവാനായിട്ട്. അത് ആ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പോഴും ടച്ചിലുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഇങ്ങനെ എനിക്ക് സിനിമ പോയിട്ട് സ്റ്റേജിൽ കയറാനോ ഒന്നും ഒരു ധൈര്യമുള്ള ആളായിരുന്നില്ല.
ഒരു 6ാം ക്ലാസ് കൂട്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് നല്ല ഇൻഫ്ലുവൻസ് ആയിരുന്നു. അവർ കുറച്ചും കൂടെ പല ഇപ്പോൾ ഞാൻ ഇരിങ്ങാലക്കുട പോലുള്ളൊരു സ്ഥലത്തും അവിടെ നിന്ന് കുറച്ച് മാറി കുറച്ചും കൂടെ ഗ്രാമപ്രദേശത്തു നിന്നുള്ള ആൾക്കാർ കുറച്ചും കൂടെ സ്ട്രീറ്റ് സ്മാർട്ടായിരിക്കും. അവർ കൂടുതൽ ആൾക്കാരായിട്ടൊക്കെ ഇടപഴകിയൊക്കെ. അപ്പോൾ ആ സ്മാർട്ട്നെസ് നമുക്കും കിട്ടി തുടങ്ങി. പിന്നെ ഒരു 7th പഠിക്കുമ്പോഴാണ് ആ ഒരു കിഡ്നി സ്റ്റോൺ പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് നാൾ ഞാനൊരു 7ാം ക്ലാസ് വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ 8ാം ക്ലാസ്സിൻ്റെ ക്വാർട്ടർലി എക്സാം വരെ സ്കൂളിൽ പോയിട്ടില്ല. കിടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു CMC. ഇച്ചിരി സീനായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ ആ സമയമൊക്കെ എനിക്ക് കുറച്ചും കൂടെ ചിന്തിക്കാനൊക്കെ സമയം കിട്ടി. ഇങ്ങനെ ശരിയാവില്ല ലൈഫ്. അത് കുറച്ചും കൂടെ 7ാം ക്ലാസ്സിൽ അത് നമുക്ക് ഡേ ടു ഡേ ബേസിസിൽ നമ്മുടെ ചുറ്റും ഡിസ്ട്രാക്ഷൻസ് കുറേ ഉണ്ട്. നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ആണെങ്കിൽ നമ്മൾ TV-യോ ഫോണോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണെങ്കിൽ നമ്മുടെ ജോലി എന്താണോ അത്, അല്ലെങ്കിൽ എപ്പോഴും ഡിസ്ട്രാക്ഷനിലാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മളോട് തന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു എന്താ പറയുക നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാനൊന്നും നമുക്കങ്ങനെ ഒരു സമയമൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഇഷ്ടംപോലെ സമയമായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അന്ന് അപ്പൻ്റെ ഫോണിൽ സ്നേക്ക് കളിക്കുക എന്നുള്ളതല്ലാതെ അതും ബോറടിക്കും കുറച്ച് കഴിയുമ്പോൾ. അത്രയും മാസങ്ങളോളം ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് നമുക്കങ്ങനെ ഭയങ്കര ഓടി നടക്കാനൊന്നും സമ്മതിക്കില്ല. അന്ന് 12 വയസ്സാണ്. അപ്പം ആ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ലൈഫ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു. പുസ്തകം വായിച്ചു ബേസിക്കലി? അല്ല, അന്ന് പുസ്തകം വായനയൊന്നുമില്ല. അന്ന് ഈ ബാലരമപ്പും പറ്റേ പോലത്തെ അന്നും എന്ന് വെച്ചാൽ അപ്പൻ്റെ കുറച്ച് പഴയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഈ മുച്ചീട്ടുകളിക്കാരൻ്റെ മകള്, പാത്തുമ്മയുടെ ആട്, അങ്ങനെ ബഷീറിന്റെ 3-4 79-ലെയും 84-ലെയൊക്കെ കോപ്പീസ് അതിപ്പോഴും ഞാൻ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വായിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ നമ്മുടെ മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ് സെക്കൻഡിലുള്ള കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ പ്രോപ്പർ വായനയൊക്കെ തുടങ്ങുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ ആ സമയത്ത് ഈ സ്കൂൾ ലീഡറൊക്കെ ആവുന്നത് ഈ ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ പൊക്കം വെച്ചു കുറച്ചും കൂടെ. അതായത് ആ പൊക്കം വെക്കുന്ന പ്രായമാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് പൊക്കം വെച്ച പോലെ തോന്നുകയും ചെയ്യും. ഞാൻ അമ്മയെക്കാളും പൊക്കം കുറവായിരുന്നു ആശുപത്രിവാസം തുടങ്ങുന്നതിന് മുമ്പ്. ആശുപത്രിവാസം കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് അമ്മയെക്കാളും പൊക്കമുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞുകൊണ്ടിരുന്ന തിയറി എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ബാഗ് തോളത്തിട്ട് കിടന്നിട്ടാണ് ഞാൻ പൊക്കം വെക്കാൻ നമ്മളെ താഴ്ത്തിട്ട് വലിക്കും. കാര്യം എന്ന് വെച്ചാൽ ടൈം ടേബിൾ നോക്കില്ല. എല്ലാ ടെക്സ്റ്റ് ബുക്കും എല്ലാ റഫ് ബുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ നോട്ട്ബുക്കും എല്ലാ ടെക്സ്റ്റ് ബുക്കും എടുത്ത് വെക്കും. അപ്പൊ പിന്നെ ആ ബാഗ് തന്നെ എടുത്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറഞ്ഞു. കുറച്ചധികം ഉണ്ടാവും. നമ്മൾ അത് ചുമന്നുകൊണ്ട് ഇറങ്ങാൻ എത്ര വർഷം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയാണ് ഞാൻ സ്പോർട്സൊക്കെ എന്തെങ്കിലും ഒക്കെ തുടങ്ങിയത്. അത് ഹാൻഡ്ബോൾ, പിന്നെ ഈ ഷോർട്ട് പുട്ട്, ഡിസ്കസ്, ജാവലിൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിന്, ഞങ്ങളുടെ ഒരു ഇച്ചിരി പോപ്പുലർ ഗ്യാങ്ങാണ്. ഞാനല്ല, എൻ്റെ ഫ്രണ്ട്സ് കൊള്ളാവുന്ന പിള്ളേരാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സ്കൂൾ റിലേഷൻ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ആർക്കും നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നീ നിന്നോ, നമുക്ക് പൊളിക്കാം. എന്നിട്ട് അന്നെന്ന് വെച്ചാൽ നെയിം സ്ലിപ്പ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയന് സ്റ്റേഷനറി ഷോപ്പുണ്ട്. അപ്പോൾ പുള്ളിയുടെ അവിടെ നിന്ന് മറ്റേ നെയിം സ്ലിപ്പ് നമുക്ക് വിലക്കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ നെയിം സ്ലിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് വോട്ട് ഫോർ ടൊവിനോ എഴുതിയിട്ട് ഇങ്ങനെ പറത്തി വിടാണ്. അപ്പം എല്ലാവരുടെ അടുത്തും വോട്ട് ഫോർ, അത് നമുക്ക് ഇങ്ങനെ 1 പീരീഡ് 2 പീരീഡ് ഒക്കെ തരും വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നടന്ന് വോട്ട് ചോദിച്ച് പേര് എഴുതുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം. ഈ ടോവിനോ എന്നുള്ള പേര് ഞാൻ ഇന്ന് വരെ വേറെ ആൾക്ക് കേട്ടിട്ടില്ല. വേറെ നാട്ടിലാർക്കും വേറെ പേര് ഉണ്ടായിരുന്നു ആ പേര്? എന്താണ് ഇതിന്റെ അർത്ഥം വയസ്സ്? ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ തപ്പിട്ട് എനിക്ക് അറിയില്ല. അപ്പൻ എന്ന് വെച്ചാൽ പേര് ടീയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ചെറിയ ലെഗസി, ടിങ്സ്റ്റൺ. അപ്പോൾ അങ്ങനെ അപ്പൻ എവിടെ നിന്ന് ഇത്തിരി യുണീക്ക് ആയിട്ടുള്ള പേര് കണ്ടുപിടിച്ച് തന്നതാണ്. പക്ഷെ ഈ പേരും പല രീതിയിൽ ആൾക്കാർ ഇതിനെ പ്രൊനൗൺസ് ചെയ്യും, വിളിക്കും. ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്ത് സിനിമ വന്നതിന് ശേഷം പേര് മാറണമെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു പേരിട്ടു, ഒരു കടോൽ കച്ചൻ എന്ന് പേരിട്ടു. കടോൽ കച്ച എന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ, അവനൊന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ തിരിഞ്ഞു നോക്കുള്ളൂ. അപ്പൊ അന്ന് ജയിച്ചു ബേസിക്കലി സ്കൂളിൽ. അപ്പൊ ഈ സിനിമയിലേക്ക് വന്ന കാര്യം പറയുകയാണെങ്കിൽ അന്ന് ഈ സ്കൂൾ ലീഡറൊക്കെ ആയത് ഇങ്ങനെയാണ്. ഈ അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി, പിന്നത്തെ കൊല്ലം ഇതേ പ്രോസസ്സിൽ തന്നെ സ്കൂൾ ലീഡറായി. അങ്ങനെയൊക്കെയാണ് സ്റ്റേജിൽ കയറിയിട്ട് ആദ്യമായിട്ട് പഠിച്ച് പ്രസംഗമൊക്കെ പറയുന്നതൊക്കെ. അത് ഭയങ്കര പാടായിരുന്നു. അതെ. പക്ഷേ പിന്നെയും കോളേജിലെത്തിയപ്പോഴും, +2 കഴിഞ്ഞു കോളേജൊക്കെ എത്തിയപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഇരിങ്ങാലക്കുടയിൽ ഒരു E.T. തോമസ് വക്കലിൻ്റെയും ഷീലയുടെ മോൻ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കാനായിട്ട്
ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് തന്നെ അറിയാം, അത് ആൾക്കാർക്ക് അത് ഇവനെന്താ വട്ടാണോ എന്ന് ചിന്തിക്കും എന്നുള്ള ചിന്ത നമുക്ക് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ആഗ്രഹം ഉണ്ടായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ കോളേജൊക്കെ കഴിഞ്ഞ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്ത് ശ്രമമായിരുന്നു അത്? ഞാൻ നമ്മുടെ ജിജോ ഏട്ടൻ അറിയാമോ, ജിജോ PR തിയേറ്റർ ആക്ടർ. പുള്ളി ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരനാരൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. പുള്ളി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീനായിരുന്നു. അപ്പോൾ ജിജോ ഏട്ടൻ പ്രഭുവിൻ്റെ മക്കളിൽ ഒക്കെ ഞാൻ എത്തുന്നത് ജിജോ ഏട്ടൻ വഴിയാണ്. അപ്പോൾ ജിജോ ഏട്ടൻ അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജിമ്മേറ്റ്സ് ആയിരുന്നു, ഞാനും ജിജോ ഏട്ടനും. അപ്പോൾ എനിക്ക് ആകെ പരിചയമുള്ള ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളെന്ന് പറയുന്നത് പുള്ളിയാണ്. അങ്ങനെ ജിജോ ഏട്ടനെ പോയി കണ്ടപ്പോൾ ജിജോ ഏട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അത് നിനക്ക് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യണമെന്നില്ല, കൂട്ടുകാരായിട്ടൊരു ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു ഫോട്ടോഷൂട്ട്. അങ്ങനെ ജിജോ ഏട്ടൻ തന്നെയാണ് സാബു ആദിത്യൻ എന്നുണ്ട്, സാബു ചേട്ടൻ ഫോട്ടോഗ്രാഫറിന് എൻ്റെ ആദ്യത്തെ പോർട്ട്ഫോളിയോ എടുക്കുന്ന പുള്ളിയാണ്, പുള്ളിനെ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ അവിടെ തിയേറ്റർ ഉണ്ടല്ലോ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ തിയേറ്ററിൽ പോയിരുന്നിട്ട് അവിടെ അവരുടെ പ്രിപ്പറേഷൻസും പെർഫോമൻസും ഒക്കെ കാണും. അന്ന് ജിജോ ഏട്ടൻ പറഞ്ഞ എന്തൊരു സാധനമുണ്ട്, ഈ ഡിഗ്നിറ്റി ഒരിക്കലും കളയരുത് എന്ന സാധനം. എവിടെയും പോയി നീ ചാൻസ് കണ്ടരുത്, കാര്യം അത് നിനക്ക് പിന്നീട് ദോഷം ചെയ്യും. പോർട്ട്ഫോളിയോ കണ്ടിട്ട് ആൾക്കാർ നീ നിന്നെ സെൽഫ് മാർക്കറ്റ് ചെയ്യുക, നീ നിന്നെ തന്നെ പ്രസന്റ് ചെയ്യുക. അതായത് ബീയിങ് ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് മൊമെന്റ്, അത് ശ്രമിക്കുക എന്നുള്ളതല്ലാതെ പ്ലീസ് സാർ ഒരു അവസരം ഒന്ന് ചോദിക്കരുത് എന്ന് എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കയ്യിൽ ഒന്നുമില്ലാതെ നേരെ ചെന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ചേട്ടാ എൻ്റെ പോർട്ട്ഫോളിയോ. അന്ന് നിങ്ങളെല്ലാവരും കൂടെ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് ഞാൻ യൂട്യൂബിൽ നല്ലപോലെ സെർച്ച് ചെയ്തപ്പോൾ ഒരു സാധനം പൊന്തി വന്നായിരുന്നു, സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞു. അത് നമ്മുടെ അതിന്റെ ഡയറക്ടർ അഖിൽ ജോർജ് ആണ്. അഖിൽ ജോർജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2018 ഫോറൻസിക്കിന്റെയും ഇപ്പൊ ഐഡന്റിറ്റിയുടെയും കളയുടെയും ഒക്കെ സിനിമാറ്റോഗ്രാഫറാണ്. അവനാണ് അന്ന് ഡയറക്ട് ചെയ്തത്. അത് ഞാൻ കണ്ടു മുഴുവൻ. അന്നത്തെ കാലത്ത് എടുത്തതെന്നുള്ള അല്ലല്ല, ഒരാൾ അന്ന് നിൽക്കുന്ന കാലത്ത് ചെയ്തതെന്ന് വെച്ച് നോക്കുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് ബാഡ്. അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ആരാണെന്ന് അറിയാമോ? രോഹിത് VS, കളയുടെ സംവിധായകൻ. അപ്പൊ നിങ്ങളെല്ലാം ഒരു സംഘമായിരുന്നു എന്നർത്ഥം. ഞങ്ങള് അതിനു മുമ്പ് അവരുടെ ഒരു ബാച്ച്മേറ്റ്, അവർ കാരുണ്യയിലാണ് പഠിച്ചത്. അവരുടെ ഒരു ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു, ജെറിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജെറിൻ്റെ ഒരു മാത്ര എന്ന ഒരു ഷോർട്ട് ഫിലിമിലാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്ഥിരം വേട്ടമൃഗമായി ഞാൻ. അതായത് ഇവരുടെ സ്ഥിരം വേട്ടമൃഗം എന്ന് വെച്ചാൽ എനിക്കാണ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം, ഇവർക്കാണെങ്കിൽ ഇവരുടെ പ്രൊജക്ട് അത് ഇതൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലേ അഭിനയിക്കാൻ നമ്മൾ സ്കൂളിൽ ഇതൊന്നും ആക്ടിങ് സ്കൂളിൽ പോയിട്ട് പഠിച്ചോന്നല്ലല്ലോ, നമ്മുടെ മനോധർമ്മം വെച്ചിട്ടല്ലേ. അപ്പോൾ നമ്മളിത് ചെയ്ത് തന്നെ പഠിക്കുള്ളൂ. ട്രയൽ ആൻഡ് എറർ മാത്രമേ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഏറ്റവും ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് അവസരം കിട്ടിയത് ആ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിൽ കൂടെ തന്നെയാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിം വന്നു, പോർട്ട്ഫോളിയോയിൽ ഇടം പിടിച്ചു, ഈ പോർട്ട്ഫോളിയോ ആൾ കണ്ടു, അതായിരുന്നു അടുത്ത സിനിമയിലേക്കുള്ള അതോ വേറെ വല്ല? പോർട്ട്ഫോളിയോയുടെ ഫോട്ടോസൊക്കെ കിട്ടി, അത് ഫേസ്ബുക്കിൽ വിട്ട് 100 ലൈക്കൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അമ്പോ. ആ കാര്യം നമ്മൾ ഈ DSLR ഫോട്ടോ എടുത്താൽ ഏത് കുരങ്ങനെയും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര അമ്പോ എന്തൊരു അടിപൊളിയാണ്, ഞാൻ ഇത്ര അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇനി സിനിമ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിനിമയിൽ പോർട്ട്ഫോളിയോ ഒക്കെ അതാ ഭയങ്കര കഥയാണ്. പോർട്ട്ഫോളിയോ എടുക്കാനായിട്ട് അപ്പം പൈസ തരാണ്ട് ഞാനും ചേട്ടനും ചെറിയ ഡ്രാമയൊക്കെ ഇറക്കി ചേട്ടന് കിട്ടിയ ശമ്പളം നേരെ എനിക്ക് കൊണ്ടുത്തരുന്നു. അപ്പം അപ്പന് നീ എന്തിനാ പൈസ കൊടുത്ത് പറഞ്ഞാൽ അവന് പോർട്ട്ഫോളിയോ എടുക്കാൻ. അത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ കൊടുക്കില്ലേ. അപ്പം കൊടുത്തില്ലല്ലോ, നീ നിന്റെ പൈസ തിരിച്ചു മേടിക്കും, എനിക്ക് അത്ര വേണ്ടേ. അങ്ങനത്തെ ഒരു ചെറിയ ഇതിലൂടെയാണ്. ഡ്രാമ ഉണ്ടായിരുന്നല്ലേ? ഡ്രാമയല്ല, അത് ആക്ച്വലി ആണ്. അത് ഇപ്പം ആലോചിക്കുമ്പോൾ ഡ്രാമയായിട്ട് തോന്നുന്നു. സിനിമാറ്റിക് എലിമെന്റ് ഉണ്ട്. മാത്രമല്ല എൻ്റെ ചേട്ടൻ മാത്രമല്ല, എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഷെറിന്നുണ്ട്. അവന് ഈ ചെറുപ്പം മുതലേ ഈ പെരുന്നാളിനൊക്കെ കിട്ടുന്ന പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് അവൻ്റെ ഒരു 10,000-6,000 രൂപ ഉണ്ട്. അതുകൊണ്ട് 6,000 തരാം. അപ്പോൾ 6,000 ചേട്ടൻ 3,000 വെച്ചിട്ട് എടുത്തു. എനിക്ക് എടുക്കാമായിരുന്നു, പക്ഷെ അപ്പൻ ഇത് രണ്ടും മേടിക്കരുന്നു പറഞ്ഞു. അപ്പനത് കുറച്ച് അപ്പൻ ഭയങ്കര ഇമോഷണൽ ആളാണ്. മറ്റേ പുറത്തേക്ക് ഭയങ്കര ടഫായിട്ട് എടുക്കുകയാണെങ്കിൽ ആളിത്തിരി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അപ്പനത് അതിന്റെ ഒരു ഇമോഷണൽ ആംഗിൾ അപ്പന് ഭയങ്കര വിഷമം തോന്നി. അതായത് ഞാനിവിടെ ഇരിക്കെ എന്നോട് അവൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല, ഇവര് കൊടുക്കാൻ തയ്യാറായി, അപ്പൊ എന്താ ഞാനെന്താ കൊടുക്കാത്ത. അങ്ങനെ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളതും കൊണ്ട് പലയിടത്തും പോകലും പലർക്കും അയക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് കോഗ്നിഷനിൽ ജോലി കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു പോകണ്ട, ജോലിക്ക് പോകണ്ട. പ്രോഗ്രാമറോ ടെസ്റ്ററോ ഡെവലപ്പറോ? സംഭവം ഞാൻ ഡെവലപ്പിംഗിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് C++ ഇതിന്റെ ബേസിക്സ് പോലും അറിയാത്ത ഞാൻ, ബേസിക്സിന്റെ ബേസിക്സ് പോലും അറിയാത്ത ഞാൻ അവിടെ ജാവയിലെ ഡെവലപ്പറായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര സമയം? അവിടെയാണ് ഞാൻ അഭിനയിക്കാൻ എനിക്ക് അറിയാമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. 1 വർഷം വർക്ക് ചെയ്തത്. ഞാനത് അതിനെപ്പറ്റി ചോദിക്കാതിരിക്കുന്നു. അതായത് TovinoThomas.com എന്ന സൈറ്റ് ഉണ്ട്, കണ്ടുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു രസമുള്ളൊരു സ്റ്റോറി എന്നൊരു സെക്ഷൻ ഉണ്ട്.
അതിനകത്ത് ഭയങ്കര എപ്പിക്കായിട്ട് ഈ സാധനം എഴുതി വെച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന്. എൻ്റെ ഇന്റർവ്യൂസിനൊക്കെ അതായിരിക്കും അല്ലേ, അതിനൊരു ആരെങ്കിലും എടുത്ത്, പക്ഷെ നല്ല ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു IT കമ്പനിയിലെ എയർ കണ്ടീഷൻ ക്യൂബിക്കിളിനകത്ത് ഒരു യുവാവ് കുനിഞ്ഞിരുന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. ഇത് കടന്നു വന്ന വഴികളെക്കുറിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അയാൾക്ക് സംശയം തോന്നി, ഇത് ചെയ്യുന്നത് ശരിയാണോ. അങ്ങനെ ഇരിക്കെ അയാൾ ഒരു നിമിഷം വാക്കുകൾ പറയേണ്ടി വന്ന് ഒരു നിമിഷത്തെ പ്രേരണ കൊണ്ട് ആ യുവാവ് തൻ്റെ കഴുത്തിലെ ടൈ ലൂസാക്കി ഇറങ്ങി നടന്നു സിനിമയിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അത് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കോഗ്നിസെൻറ്റിൽ ചെന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന, അത് ആഗ്രഹമായിട്ട് പാഷനായിട്ട് കരുതുന്ന ആൾക്ക് കോഗ്നിസെൻ്റ് അടിപൊളിയാണ്. കാര്യം എനിക്ക് അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ഞാനവിടെ ചെല്ലുന്ന ഫസ്റ്റ് ഡേ മുതൽ എനിക്ക് അവിടെ നിൽക്കാനേ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരു ക്യൂബിക്കിളും ഒരു കമ്പ്യൂട്ടറും അതിൻ്റെ ഇപ്പുറത്തൊരു ഫോണും ആ കറങ്ങുന്ന ചെയറും ആണ് ഇനി എൻ്റെ ജീവിതം, ഇനി എൻ്റെ ലോകം എന്നാലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഞാൻ അവിടെ ഇരുന്ന ആ കസേരയിൽ നിന്ന് ഒരുപാട് ഉയർന്ന പൊസിഷൻസിലേക്കൊന്നും ആ മേഖലയിൽ പോകാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള സ്കില്ലുണ്ടായിരുന്നില്ല. സ്കില്ലുണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുമില്ല. കാര്യം എനിക്ക് അതിനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. അപ്പോൾ താല്പര്യമുള്ളൊരു മേഖല ഈ സിനിമയായിരുന്നു. അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ച് തീരുമാനിച്ച് അത് വളരെ ചുരുക്കം ആൾക്കാരോട് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടുന്നത്. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞ് ജോലിക്ക് പോയി പറ്റും, തമാശ കളിച്ചെടുക്കാൻ പറ്റില്ല എന്നുകൊണ്ട് എന്നെ വിട്ടു. ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചെന്നൈക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ പറഞ്ഞു ചെന്നൈക്ക് ഞാൻ പോകില്ല. ചെന്നൈക്ക് പോയാൽ എനിക്ക് ഇവിടെ പറഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് പറഞ്ഞ പോലെ വീട്ടിലേക്കും വരാൻ പറ്റില്ല, ഒരു കാരണവശാലും എൻ്റെ സിനിമ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞ് കിട്ടി ജോലി കളയാൻ പറ്റില്ല പോകുന്ന പറഞ്ഞു. അങ്ങനെ ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സിനിമയുടെ ഓഡിഷൻ കോള് കാണുന്നു. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് 2 ദിവസം മുമ്പായിരുന്നു. ഞാൻ അതിൻ്റെ അകത്തിരുന്ന് ഒന്നും അറിയണില്ല. ഞാൻ ഉച്ചയ്ക്ക് 2 തൊട്ട് രാത്രി 11 വരെയാണ് വർക്ക് ചെയ്യണത്. സെക്കൻഡ് ഷിഫ്റ്റാണ്. അത് കഴിഞ്ഞ് തിരിച്ച് കിടന്നുറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഓഫീസിലേക്ക് പോകാനുള്ള സമയമാവും. അപ്പോൾ ഈ നൈറ്റ് ഷൂട്ട് പോലെയാണ്, സമയം എങ്ങനെ കൂട്ടി നോക്കിയാലും എവിടെയൊക്കെ സമയം പോകുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ ഒരു ഇത് ഞാൻ അറിഞ്ഞു പോലുമില്ലല്ലോ, ഒന്ന് ശ്രമിച്ചു പോലും നോക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ സിനിമയുടെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു വിളി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി. അതിൻ്റെ ഡയറക്ടർ ഒരു പറയണ അത് വേറെ സംഭവങ്ങളുണ്ട് അതിന്റെ പിന്നിൽ. അതിന്റെ ഡയറക്ടർ ഒരു ചിത്രം വരച്ചിരുന്നു. ആ ചിത്രം കഥാപാത്രങ്ങളുടെ ഫേസ്, അതിൽ എൻ്റെ ഫേസ്ബുക്കിൽ അന്നത്തെ പ്രൊഫൈൽ പിക്ചറുമായിട്ട് വളരെ മാച്ചിങ്. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ഡെസ്റ്റിനി നമ്മളെ എങ്ങനെയാ, അത് ഞാനിത് പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം ഇപ്പുറത്തുനിന്ന് അതിലേക്ക് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെ, ഇതെല്ലാം നിമിത്തമാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്യാമ്പുണ്ട് ഇവിടെ എറണാകുളത്ത്, അതിന് വരണം എന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ എത്തും വേണം. ഇപ്പം ഒരു ദിവസം അങ്ങനെ എത്താൻ വൈകിയാൽ അതിൻ്റെ പേരിൽ വേറെ ആരും അവസരം കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദീപ്തി എന്ന് പറഞ്ഞിട്ട്, അവളുടെ ഒരു 3000 രൂപ കടം മേടിച്ചിട്ടാണ് ഒരു ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈയിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ ഇന്നാൾ ഈ അജയൻ്റെ 2ാം വർഷത്തിലെ പ്രൊമോഷൻസിലൊക്കെ ഞാൻ പറഞ്ഞ കഥയുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ താമസിച്ചിരുന്നിടത്തുനിന്ന് ഓഫീസിലേക്ക് ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ എൻ്റെ ക്യാബ് ഓടിച്ചിരുന്ന ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ സ്കോണ്ട് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ അവിടെ ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. അതുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുകയായിരുന്നു ഈ മടുപ്പ് കാരണം കൊണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് ഞാൻ ഉറപ്പിച്ചു അബ്സ്കോണ്ട് ചെയ്യണം, എനിക്കിനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ചിലപ്പോൾ നാളെ തന്നെ സിനിമയിലൊക്കെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ എത്തി. കഴിഞ്ഞിട്ട് എപ്പോഴാണ് സാർ ഫ്ലൈറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ 5 മണിക്കാണ്. അത് ഇവിടെ നിന്ന് എങ്ങനെയാണ് സാർ ചേട്ടാ ഈ ബസ് എടുത്ത് എങ്ങനെയാണ് പോകാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ആദ്യം ബസ്സിൻ്റെ റൂട്ടൊക്കെ പറഞ്ഞു. എത്ര മണിക്കാണ് ബസ്? അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു 5 മണിക്കാണ് അവിടെ ട്രെയിനിന് എത്തേണ്ടത്, അല്ല ഫ്ലൈറ്റിന് എത്തേണ്ടത്. അത് കുഴപ്പമില്ല ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി രാത്രി 12 മണിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് രാവിലെ 5 മണിക്ക് എന്നെ ചെയ്ത് കൊണ്ടാക്കി. എൻ്റെ ഒരു പോലും മേടിച്ചിട്ടില്ല. അത് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പരിചയമുള്ള ഒരാൾ സിനിമ കയറാൻ പോകുന്നു എന്നുള്ള ആശ്രയമായിരിക്കും. അങ്ങനെ വന്ന് ആ ക്യാമ്പും നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ ഒരു സിനിമാ സമരം വന്നു ആ സമയത്ത്. ആ സിനിമാ സമരം അപ്പോൾ ഞാൻ വിചാരിച്ച അപ്പോൾ താടി എടുക്കണ്ട എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. ആ സിനിമാ സമരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ആ പടത്തിൻ്റെ പൂജയുടെ ഫോട്ടോസ് അത് വേറെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തറന്നുപോയി. പക്ഷേ അന്ന് ഞാൻ പോയി പുതാവുക്കിൻ്റെ
ഫിലിം ആക്ടിങ് ആൻഡ് ഫിലിം ടെക്നിക്സ് DC ബുക്സിൽ പോയി മേടിച്ചു. അത് വായിച്ചു തുടങ്ങി. കാര്യം എന്തായാലും ജോലി പോയി. കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ അവിടെ നമ്മൾ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാത്ത കാരണം കൊണ്ട് പൈസ മുഴുവൻ പോയി. അങ്ങനെ 0 ബാലൻസ് ആയിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഒരു പുസ്തകം വീട്ടിൽ നിന്ന് പൈസയും കൊടുത്ത് മേടിച്ച് ഞാൻ പുസ്തകം വായിച്ചു. അപ്പോൾ ഇനി ജോലിയില്ല, ഇനിയിപ്പോൾ അടുത്ത് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളുടെ ചാൻസ് അന്വേഷിക്കൽ ആരംഭിക്കാം. അങ്ങനത്തെ ഒരു കറക്കത്തിൻ്റെ ഒടുവിലാണ് പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക്. ഫ്യൂച്ചർ വൈഫിനോട് ഒരു കൺസെന്റ് വെച്ചുള്ള അതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര, ഞങ്ങൾക്ക് എത്ര കൊല്ലമായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചതിനേക്കാളും കൂടുതൽ ഞങ്ങൾ പരിചയം ഉണ്ടായി ജീവിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് എൻ്റെ ഒരു 15 വയസ്സ് തൊട്ട് അറിയാം. എനിക്കിപ്പോൾ 35 വയസ്സായി. അതുപോലെ തന്നെ അവൾക്കും. അപ്പോൾ ഞങ്ങളെ ഇപ്പോൾ എൻ്റെ എല്ലാ നല്ല ശീലങ്ങളും എൻ്റെ എല്ലാ മോശം ശീലങ്ങളും കൃത്യമായിട്ടും ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ അവൾക്ക് നല്ല കൃത്യമായിട്ട് അറിയണമാണ്. അപ്പോൾ ഞാൻ ഇവളോട് കൺസെൻറ്റ് ചോദിച്ചത് അത് അപ്പം പറഞ്ഞിട്ടാണ്. അതിനു മുമ്പ് ഞങ്ങളുടെ കോൺവെർസേഷൻസിൽ എപ്പോഴും സിനിമ വരും. കാര്യം എന്ന് വെച്ചാൽ അവൾ ഇത്തിരി ന്യൂസൊക്കെ കാണുന്ന പോലത്തെ ആളാണ്, ഞാൻ സിനിമ കാണുന്ന പോലത്തെ ആളും. അത്രയും വ്യത്യാസം ഞങ്ങൾ തമ്മിൽ, അങ്ങനത്തെ ഒരു അന്തരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പോവുക. അപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾക്ക് ബസ് കയറി പോവുകയാണ് ചെയ്യുക. അപ്പോൾ പോകുമ്പോൾ ഒന്നുകിൽ KSRTC അല്ലെങ്കിൽ SCTCയുടെ ബസ്സുണ്ട്, അതിനകത്ത് പോകാം. ഞാൻ പോകുമ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാനൊരു നാനയോ വെള്ളി നക്ഷത്രമോ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമാ വാരിക എൻ്റെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഇത് മൊത്തം മരിച്ച് പുറകെ വായിച്ച് തീരുമ്പോഴത്തേക്കും പാലക്കാട് എത്തും. അപ്പോഴാണ് ഞാൻ ചോദിക്കണം, പിന്നെ എന്തൊക്കെയാണ് വിശേഷം, അതുവരെയും ഞാൻ ഇതൊന്ന് വായിച്ചു തീർത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെറുതെ ബോറടിച്ചെൻ്റെ സൈഡിലിരിക്കണം. അങ്ങനെയും പിന്നെ ഞാൻ അവിടെ വീക്കെൻഡ്സ് കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവിടെ നിന്നൊരു KG തിയേറ്റർ ഉണ്ട്. ആ KG തിയേറ്ററിൽ നമുക്കന്ന് 10 രൂപയ്ക്ക് AC തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ കാണാം. ഒറ്റ പ്രശ്നമുള്ളൂ, ഏറ്റവും ഫ്രണ്ടിലെ റോളിലിരുന്ന് കാണണം. അപ്പോൾ ഒരു ദിവസം നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ 3 സിനിമ കാണും. അപ്പോൾ രാവിലെ 2.5 രൂപ ബസ്സിന് ഇങ്ങോട്ട്, 30 രൂപ 3 സിനിമയും കണ്ട്, രാത്രി 2.5 രൂപ ബസ്സിന് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് 35 രൂപയ്ക്ക് ഞാൻ 3 സിനിമ AC തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ച് എത്തി. ഈ 3 സിനിമയുടെയും കഥ ഇവൾക്ക് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ട് അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവളെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കുള്ളൂ. ഈ ഞാൻ വിശേഷം ചെയ്യുന്നല്ലേ. അപ്പൊ ഇവൾക്ക് ഇതൊന്നും ഒരു വലിയ ഇൻട്രസ്റ്റ് ഉള്ളു. ഞാനിത് നിങ്ങൾ ഇൻ ഡീറ്റെയിൽ കഥ പറയുന്ന സമയത്ത് ഇവള് എന്തായാലും മറ്റേനേക്കാളും നല്ലതാ, നീ പറ അതിനേക്കാളും നല്ലല്ലേ, പറയാൻ വിഷയങ്ങളും ഉണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോഗ്നിസെന്റിൽ ജോലിക്കൊക്കെ കയറുന്നതിന് മുമ്പ്, കോഗ്നിസെന്റിൽ കോളേജ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് TCSൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്കൊരു കോൾ കിട്ടിയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകണം. അപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസമൊക്കെ റെഡിയാക്കിയേക്കണം. അപ്പോൾ ആ പോണ പോക്കിൽ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ട്രെയിനിലൊക്കെ ഇരുന്ന് പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഷെറിന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ആ ഒരു 6000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അവനെ വിളിച്ചു, വാടാ നിനക്ക് ഫ്രീ ആണെങ്കിൽ വാടാ. അപ്പോൾ അവനും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, വാടാ നമുക്ക് ചുമ്മാ പോയി. അവൻ പറഞ്ഞു ഞാനൊന്നും ഇല്ലടാ, വാതെ വെറുതെ പോയി ഒരു തിരുവനന്തപുരമൊക്കെ ഇറങ്ങിയിട്ട് വരാടാ, ഞാൻ എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം, നീയും അറ്റൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകണം. അങ്ങനെ പോയി ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായി. ഇവന് ജോലിയും കിട്ടി. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ഫൈനൽ റൗണ്ട് വരെ ഇവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് തലയിൽ കൈ വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യും, എങ്ങനെ കാര്യം എൻ്റെ കൂട്ട് വന്നവന് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ അന്ന് രാത്രിയാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പാസ്സായി. നമുക്ക് പറ്റിയ മേഖലയല്ല ഇത്. അപ്പോൾ പിന്നെ എന്താണ് പിന്നെ, അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ അന്ന് കാമുകിയായിരുന്നല്ലോ, അവളോട് പറയണ അപ്പന് കുറച്ച് പറമ്പൊക്കെ ഉണ്ട്, ഹൈടെക് കൃഷിയോ അങ്ങനെ വല്ലതും പരിപാടിയായിട്ട് നമുക്ക് സമാധാനപരമായിട്ട് സെറ്റിൽ ആവണമല്ലോ. അപ്പോൾ അവൾ ചോദിച്ചു അതല്ലാണ്ട് വേറെ ഞാനൊന്നും ഒന്നിലും താല്പര്യമല്ല, വേറെ ഇഷ്ടമുള്ള ഒരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോഴാണ് അവള് ചോദിക്കുന്നത് സിനിമയിൽ എന്തെങ്കിലും താല്പര്യം, സിനിമയിൽ താല്പര്യമൊക്കെ ഉണ്ടോന്നൊക്കെ വെച്ചാൽ പക്ഷെ നമ്മളെ കാര്യത്തിന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്നുള്ള ലൈനിൽ അവള് ചോദിച്ചപ്പോൾ ഞാൻ ശ്രമിച്ച് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കാര്യം ശ്രമിച്ച് നോക്കാണ്ട് പരാജയം അംഗീകരിക്കുന്നില്ല, അർത്ഥമില്ല. അപ്പം ആ സമയത്താണ് എൻ്റെ കസിനാണല്ലോ നിവിൻപോളി, നിവിൻചേട്ടൻ സിനിമ കയറി കഴിയുമ്പോൾ അപ്പം നമുക്ക് സിനിമ കയറാൻ പറ്റും. നിവിൻചേട്ടൻ ഈ സിനിമാ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. അത് ചെറിയൊരു മോട്ടിവേഷനായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പോർട്ട്ഫോളിയോ പരിപാടികളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞ് സിനിമയിൽ കയറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലൊരു ദിവസം അപ്പൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്കും വീട്ടിൽ ഞങ്ങളുടെ പ്രണയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുകയും എനിക്ക് അത് രണ്ടുപേർക്കും കല്യാണപ്രായമാവുന്ന സമയത്ത് അതേപോലെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അത് നടത്താം, ഇപ്പം തൽക്കാലം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട എന്ന് പറഞ്ഞു വിട്ടേക്കുന്നൊരു സമയത്ത്
ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കും. ചിലപ്പോൾ ഞാനൊരു ന്യൂഡ് സീൻ ചെയ്തെന്ന് വരാം, ചിലപ്പോൾ ഒരു ലിപ് ലോക്കോ ബെഡ്റൂം സീനോ ചെയ്തെന്ന് വരാം. നിങ്ങളതൊന്നും കണ്ട് ഡിസ്റ്റർബ്ഡ് ആവരുത്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു. അപ്പൻ എന്നോടൊന്നും പറയണ്ട, നീ അവളോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിക്കണം, ഞാൻ അവളോട് പറഞ്ഞു. അപ്പം അവളും ഈ പറഞ്ഞ പോലെ അത് ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യം. ഇവൾക്കും ഈ ഇപ്പം ഞാൻ ഷൂട്ട് എൻ്റെ കൂടെ നിരന്തരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ് അവള്. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ ഈ പുറത്തുനിന്ന് സിനിമ കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകനേക്കാളും നല്ല ക്ലാരിറ്റിയിൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വരെ അറിയാം എങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് പ്രോസസ്സ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനൊരാഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കളയുടെ സമയത്ത്. കളയുടെ ഒരു ഇൻറ്റിമേറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ദിവ്യ അങ്ങനെ മുകളിൽ ഇപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് എന്തൊരു സുന്ദരിയാ നീ എന്നൊക്കെ പറയണ സാധനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ 85 കിലോ ഉള്ള അഖിൽ ജോർജ് 10-30 കിലോ ഉള്ള ക്യാമറയുമായിട്ട് എൻ്റെ നെഞ്ചത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ക്യാമറയുടെ ലെൻസിനോടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ധാരണ എന്തായാലും എൻ്റെ വീട്ടുകാർക്കെല്ലാം ഉണ്ട്. അമ്മയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഈ പറഞ്ഞ ഷൂട്ടിംഗ് ആണ് എന്നൊക്കെ അറിയാം. പക്ഷെ എന്തിനാ മോനെ ഈ കള കഴിഞ്ഞപ്പോഴാണ് എന്തിനാ മോനെ നീ ഇങ്ങനത്തെ സിനിമയൊക്കെ ചെയ്യണേ? വേറെ ഒന്നുമില്ല, എന്നെ ചോരയും പരിക്കുമൊക്കെ ആയിട്ട് കാണുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ എപ്പോഴും സിനിമ ഫോളോ ചെയ്യാറുണ്ട് കൃത്യമായിട്ട്? അമ്മ നന്നായിട്ട് സിനിമയൊക്കെ കാണുന്ന ആളാണ്. അമ്മയായിട്ടുള്ളൊരു കെമിസ്ട്രി എങ്ങനെയാണ്? അമ്മയായിട്ടുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒറ്റ കഥ പറഞ്ഞാൽ മനസ്സിലാവും. അതായത് അമ്മയ്ക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് ജാനുവരി 20-ാം തീയതിയാണ്. ഞാൻ ജനിച്ചത് ജാനുവരി 21-ാം തീയതിയാണ്. അപ്പം ഇങ്ങനെ പറയാന്ന് വെച്ചാൽ അമ്മേനെ വിട്ട് പുറത്തേക്ക് വരാനുള്ള മടി കാരണം കൊണ്ട് ഒരു ദിവസം കൂടെ ഗർഭപാത്രത്തിനകത്തുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാനായിരുന്നു വീട്ടിലെ ഏറ്റവും ഇളയാള്. അത് കാരണം കൊണ്ട് ഞാൻ ഭയങ്കര അമ്മക്കുട്ടിയായിരുന്നു. ചേട്ടനും ചേച്ചിയൊക്കെ കസിൻസിന്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, അങ്ങനത്തെ ഇതായിരിക്കും. ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ കസിൻസിൻ്റെ കൂടെ പോകുന്നത്. നമുക്കൊരു സമയം കഴിയുമ്പോഴേ, എനിക്കൊക്കെ പ്രത്യേകിച്ച് എനിക്ക് 42 വയസ്സായി, അപ്പം 35 വയസ്സായി കാണല്ലോ. ഇപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഇപ്പം സൽമയുടെ ഒരു കവിതയുണ്ട്, അവനില്ല ലോകം എന്നിട്ട് അവനില്ലാത്തതിൻ്റെ ലോകം. അമ്മയുടെ പെർസ്പെക്റ്റീവാണ്. മക്കൾ ഈ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരു കാലം വരും. അങ്ങനെ പോയിട്ടുണ്ടോ? അമ്മയെ വിട്ട് മാറി ഇപ്പം അമ്മയുടെ അടുത്ത് പോകും, അതായത് നമ്മുടെ പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, ഏറ്റവും അമ്മ പ്രയോറിറ്റി അല്ലാതായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. അതായത് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ ഏറ്റവും ഹോം സിക്കായിട്ടുള്ള ആൾ ഞാനാണ് വീട്ടിലേ ഇല്ലാത്തത്. ബാക്കി എല്ലാവരും വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ എത്രയോ ചെറിയൊരു അംശമാണ്. ഞാൻ ആലോചിക്കുന്നത് ലൈഫ് നമ്മളെ എങ്ങോട്ടൊക്കെയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്രയും മാറി നിൽക്കും. അതായത് ഞാൻ പറഞ്ഞില്ല, കസിൻസിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോലും മടിച്ച് അപ്പൻ്റെ അമ്മയുടെ ഒരു 10 വയസ്സ് വരെയും ഞാനിങ്ങനെ എന്നെ എത്ര മാറ്റിക്കിടത്തിയാലും രാത്രി ഉറക്കത്തിൽ സ്ലീപ്പ് വാക്കിംഗ് ആണെന്ന് പറഞ്ഞ് ഇവർ നടുക്ക് വന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനത്തെ അറ്റാച്ച്ഡ് ആയിരുന്ന ആളാണ്. അത് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഈ ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഫിസിക്കൽ എക്സ്പ്രഷൻസ് ഓഫ് ലവ് അത്രയ്ക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു 10-12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അമ്മയുടെ അടുത്തേക്ക് വല്ലാതൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ പോയിട്ടില്ല. എന്നുവെച്ചാൽ ഹഗ് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളൊരു പ്രകടിപ്പിക്കുന്ന അത്ര അങ്ങനെ ഇതെല്ലാം വിചാരിക്കുന്ന ഒരു ഫാമിലീസൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ. അല്ല, അത് നമുക്ക് മലയാളികൾക്ക് പൊതുവെ അത് ഇത്തിരി കുറവാണ്. ഞാൻ ചോദിക്കാൻ വന്നത് അമ്മയെ ഹഗ് ചെയ്തിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കാം. ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ആശ്രയിക്കേണ്ടി വന്നിട്ട്, അതായത് ഒരു ഹഗ് അങ്ങോട്ട് പോയി ചെയ്യേണ്ടി വന്നിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോസ്പിറ്റൽ സമയം ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റൽ സമയത്തൊക്കെ വേറെ ആരില്ലെങ്കിലും അമ്മ അടുത്തുണ്ടാവണം. അമ്മനെ കെട്ടിപ്പിടിച്ചാൽ ഞാൻ കിടന്ന് ഉറങ്ങുള്ളൂ ആ സമയം. ഞാൻ കുട്ടിയായപ്പോഴുള്ള കാര്യമല്ല പറഞ്ഞത്. ഈ അടുത്ത് ഇമോഷണലി ഒരു ഭയങ്കര വൾണറബിലിറ്റി വരികയും അപ്പം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ വയ്യ, അപ്പോൾ നമുക്ക് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. അത് അങ്ങനെ വന്നിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു എൻ്റെ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അതുപോലെ ഇന്ന് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ ഭാര്യനെയാണ്. എനിക്ക് അങ്ങനെ ഇമോഷണലി അത്രയും അത് അമ്മ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷേ എനിക്ക് അവരുമായിട്ടുള്ള സമയം മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഡെലിബറേറ്റ്ലി ഞാൻ ഒരു മാസം ഒരു പണിക്കും പോകില്ല. ഞാൻ വീട്ടിലിരിക്കും, അല്ലെങ്കിൽ ഫുൾ വീട്ടുകാരെയും കൊണ്ട്. കാര്യം ഞാൻ വീട്ടിലിരുന്നാലും ചിലപ്പോൾ അവർക്ക് എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല, വേറെ ആരെങ്കിലും വീട്ടിലേക്ക് വരികയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഫുൾ ടീമുമായിട്ട് ഞങ്ങൾ 10-15 പേരുണ്ട്. ഒരു ചെറിയ പാക്കേജ് ട്രിപ്പിനുള്ള അത്രയും ആൾക്കാരുണ്ട്. അപ്പൻ, അമ്മ, ചേച്ചി, അളിയൻ, 3 പിള്ളേർ, ചേട്ടൻ, ഭാര്യ, 2 പിള്ളേർ, ഞാൻ ഭാര്യ, 2 പിള്ളേർ. അപ്പോൾ ഞങ്ങൾ യാത്ര പോകും. ഈ യാത്ര പോകുന്ന സമയത്ത് ആണ് നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഹഗ് ചെയ്യുന്നില്ല, പക്ഷെ മടിയിൽ കിടക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവല്ലോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കാൻ കാരണം
ഇതിപ്പോൾ ഇത്ര വലിയ ആളായി ഇത്ര മസിലൊക്കെ വെച്ചെങ്കിലും അമ്മയ്ക്ക് കുട്ടി തന്നെയാണുള്ളത്. പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും കൂട്ടുകുടുംബം വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തത്. നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ സാധാരണക്കാരുമായിട്ട് ഇടപഴകാൻ പറ്റാറുണ്ടെന്ന്. എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും എന്ന് പറഞ്ഞാൽ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ താമസിക്കുന്നവരൊക്കെ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവരൊന്നും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന അല്ല, ഞാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഈ സാധാരണക്കാരിൽ നിന്ന് ഞാൻ അകന്നു പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചിന്താഗതി കൊണ്ട്. കാര്യം എൻ്റെ വീട്ടുകാർ, ഞാൻ എന്തുകൊണ്ട് എറണാകുളത്തേക്കോ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത പോലും മാറാമായിരുന്നിട്ടും മാറാത്തതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ ഇരിങ്ങാലക്കുട തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. കുടുംബത്തിലാണോ അതോ വേറെ? കുടുംബ വീട്ടിൽ തന്നെ. ഞങ്ങളൊരു ജോയിന്റ് ഫാമിലിയാണ് ഞങ്ങൾ. അത് ഇനിയും തുടർന്നും ഒരു പുതിയ വീട് വെച്ച് മാറാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോഴും ഞങ്ങൾ ഇതേ സെറ്റ് ഓഫ് ആൾക്കാർ തന്നെയാണ്. ഞാൻ ഈ ലോക്ക്ഡൌണിന്റെ സമയത്താണ് എനിക്ക് അതിൻ്റെ ഒരു ലോക്ക്ഡൌണിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതാണ് പറഞ്ഞത്. എനിക്ക് അതിന്റെ വാല്യൂ മനസ്സിലായതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേർക്ക് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഭയങ്കര ഡിപ്രഷൻ ആയി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തിനാടാ ഡിപ്രഷൻ, എന്ത് പറ്റി, ഇതൊരു നല്ലടാ അങ്ങനെ ഇങ്ങനെ നല്ല സുഖമല്ലേ, അപ്പൻ അമ്മ ചേട്ടൻ ചേച്ചി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഭാര്യ മക്കൾ. എൻ്റെ അന്ന് ഭാര്യ പ്രഗ്നന്റുമാണ്. അപ്പോൾ അവളുടെ കൂടെ ആ പ്രഗ്നൻസിയുടെ അവസാനത്തെ 3 മാസം ഉണ്ടാകാൻ പറ്റി, ഡെലിവറിക്ക് ശേഷം ഒരു 3 മാസം ഉണ്ടാകാൻ പറ്റി. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമാധാനമായിട്ടും ഹാപ്പി ആയിട്ടിരുന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. എനിക്ക് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴേ ഡിപ്രഷൻ വന്നു. ഇനി പണിയെടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചു. ഈ സിനിമയുടെ തിരിച്ചു വരികയാണെങ്കിൽ സിനിമയുടെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് തീവ്രത്തിൽ AD ആയിരുന്നല്ലേ? അതെ. അപ്പം സിനിമയിൽ നടനായിട്ട് പോകാൻ ആഗ്രഹിച്ച ഒരാൾ AD ആയിട്ട് വരുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? ആദ്യം ഞാൻ ചെയ്തത് പ്രഭുവിൻ്റെ മക്കൾ എന്നുള്ള സിനിമയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രശോഭ് എന്നുണ്ട്, പ്രശോഭ് വിജയൻ. പ്രശോഭ് എൻ്റെ സുഹൃത്തായിരുന്നു. പ്രശോഭിൻ്റെ സുഹൃത്തായിരുന്നു നമ്മളുടെ രൂപേഷ് ഏട്ടൻ. അങ്ങനെയാണ് ഞാൻ രൂപേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്. പിന്നെ ഞാൻ രൂപേഷ് ഏട്ടനായിട്ട് സൗഹൃദമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് തീവ്രം പ്രൊജക്ട് ഓണാവുന്നത്. ആ കോള് വരുന്നത് നമ്മുടെ ദുൽഖറിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്, നമുക്ക് ഇന്ന സമയത്ത് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുള്ള കോള് വരുന്നത് ഞാൻ രൂപേഷ് ഏട്ടനും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും രീതിയിൽ ഈ പടത്തിലുണ്ടാവും. അത് പുള്ളി തന്നെ പറഞ്ഞു, ഏട്ടാ ചെറിയ വേഷങ്ങളാണ് നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കോട്ടെ, സിനിമയ്ക്ക് ഉള്ളിൽ നിൽക്കുക, ലൊക്കേഷനിൽ നിൽക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, പ്രോസസ്സ് പഠിക്കുക. അന്നാണെങ്കിലും സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫുൾ സ്വിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പൂജ, ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൻ്റെ പൂജയ്ക്ക് മാർട്ടിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്നാണ് അലക്സി കുര്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ, അലക്സ് ചേട്ടൻ എൻ്റെ ഫോട്ടോസ്. അപ്പം എൻ്റെ ഉണ്ടല്ലോ മറ്റേ പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, അതെല്ലാവർക്കും കൊടുത്തു വെക്കുന്നുണ്ടല്ലോ. പുള്ളിയും പിന്നെ ഷൈൻ ചേട്ടൻ, അബ്രിഡ് ഷൈൻ ചേട്ടൻ ഇതുപോലെ ഞങ്ങൾ ഒരു വനിതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൈൻ ചേട്ടൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൈൻ ചേട്ടനും അലക്സ് ചേട്ടനും മാർട്ടിൻ ചേട്ടനും ഈ ഫോട്ടോസ് കാണിക്കുന്നത് ഏകദേശം സെയിം സമയത്താണ്. അപ്പോൾ അതിലൊരു കൗതുകം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ മാർട്ടിൻ ചേട്ടൻ എന്നാൽ എന്നെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കലും അങ്ങനെ അവിടെ പോയി. അങ്ങനെയാണ് ABCDയിലേക്ക്. അതും നല്ല രസമുള്ള കഥയാണ്, പറയാനാണെങ്കിൽ കുറേ കഥകളുണ്ട് കേട്ടോ, നമുക്ക് പറ്റുന്നിടത്തോളം പറയാം. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞത് മാർട്ടിൻ ചേട്ടൻ ഈ പൂജയുടെ അന്ന് വന്നപ്പോൾ രൂപേഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ പടത്തിലെ വില്ലനാണ്, റിച്ച് കിഡാണ്, ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്, നല്ല ആപ്പിൾ പോലെ ഇരിക്കണം, അധികം വെയിലൊന്നും കൊള്ളിക്കരുത്, എനിക്കറിയാം നിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് അറിയാം, അധികം വെയിലൊന്നും കൊള്ളിക്കരുത്, അങ്ങനെ പണിയെടുപ്പിച്ച് ആവശ്യനിലയാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം എനിക്ക് ഇത്രയും സുഖസുന്ദരമായിട്ട് ജോലിയെടുത്ത ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ മലയാള സിനിമയിൽ വേറെ ഉണ്ടാവില്ല. എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല, എനിക്ക് വേണമെങ്കിലും പുറത്ത് പോയി ക്രൗഡ് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിലും കുടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ABCD കഴിഞ്ഞു, പിന്നീട് അങ്ങോട്ട് അടുത്തൊരു മെയിൻ റോൾ ഏതായിരുന്നു? ABCD കഴിഞ്ഞിട്ട് സ്റ്റാറിംഗ് പൗർണമി എന്നുള്ള സിനിമയാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അത് ഒരു സിനിമയ്ക്ക് ക്യാമറയൊക്കെ നിരത്തി വെച്ചുള്ള ഒരു സാധനമൊക്കെ കണ്ടിട്ടുള്ളത്, ടൈം സ്ലൈസ് സർക്യൂട്ട്. അത് ആൽബി ചേട്ടൻ ഇപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഡയറക്ടർ. അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ സിനു ചേട്ടൻ ഈ ടൈം സ്ലൈസ് സർക്യൂട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി. അത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടിറങ്ങി ഒരു ദിവസം ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ 20 ലക്ഷം രൂപ ചിലവുള്ളത്. പുള്ളി 72 സ്റ്റിൽ ക്യാമറയും 2 വീഡിയോ ക്യാമറ വെച്ചൊരു സാധനം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മൈക്രോ സെക്കൻഡ് ഗ്യാപ്പിൽ ഈ സ്റ്റില്ല് അടിക്കും. അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്റ്റക്കായിട്ട്, ഇപ്പൊ ബോയ്സിലെ ആ പാട്ടിലും വിശ്വരൂപത്തിലൊക്കെ കണ്ടിട്ടുള്ള ആ സാധനമാണ് ടൈം സ്ലൈസ് സർക്യൂട്ട്. അത് പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കി. പുള്ളിയുടെ വീട്ടിലൊരു ശാലയുണ്ട് എന്ന് പറയണേക്കാളും പുള്ളിയുടെ പരീക്ഷണശാലയിൽ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ വീട്ടിൽ പോയാൽ അങ്ങനെയാണ്, 3 മീറ്റർ താഴത്തൊക്കെ ബാറ്ററി ഒക്കെ ഇരിപ്പുണ്ടാവും. മറ്റേ അങ്ങനെ പുള്ളി സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ആളുണ്ട് പുള്ളി. പക്ഷെ അത് നിന്നുപോയി. ഓരോ സിനിമയ്ക്കും അതിന്റെ വിധിയുണ്ടെന്ന് പറയണ പോലെ. അതിന്റെ റൈറ്ററായിരുന്നു വിനീഷ് ലാൽ. അങ്ങനെ ആ സിമിലർ ടീമായിരുന്നു കൂതറ എന്നുള്ള സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്.
ആ സമയത്താണ് സെവൻത് ഡേ. സെവൻത് ഡേ പക്ഷെ കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടിയല്ലോ കുറേ കൂടെ. സെവൻത് ഡേ സ്റ്റൈലിഷ് ആയിട്ടുള്ള പടമല്ല കുറേ കൂടെ. അവിടെ നിന്ന് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് അഖിൽ പോളുമായിട്ട്. അത് പിന്നീട് ഫോറൻസിക്കിലേക്ക്. ഈ സെവൻത് ഡേ കഴിഞ്ഞിട്ട് അടുത്ത സെവൻത് ഡേ കഴിഞ്ഞ് എപ്പോഴാണ് നമ്മുടെ മെയിൻ പടത്തിലേക്ക് വരുന്നത്? എപ്പോഴാണ്? പിന്നെ മൊയ്തീനാണ്. മൊയ്തീനില്ല. ഓക്കെ, മൊയ്തീൻ ഞാൻ അതിലേക്ക് വരാൻ പോകണം. 2014-15 ഒരു ഭയങ്കര ഒരു നിർണായക സന്ധിയാണ് ഈ ടൊവിനോ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ജീവിതത്തിൽ പോലും. തീർച്ചയായിട്ടും കല്യാണം കഴിയുന്നത് 2014-ലാണ്. 2015 മൊയ്തീൻ വരുന്നു. എന്താണ് ആ കഥാപാത്രത്തിൻ്റെ പേരെന്തായിരുന്നു? പെരുമ്പറമ്പിൽ അപ്പു. അത് ടൊവിനോ എന്ന് പറയുന്ന അഭിനേതാവിനെ റീഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുത്തൊരു സിനിമയാണ്. നിവർന്നു നിന്ന് 2 ഡയലോഗ് പറയാൻ അറ്റതൊക്കെ പരിങ്ങി എന്നുള്ള ഡയലോഗുകൾ. ഇത് വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അല്ലാതെ ഒന്നാമത്തെ സന്തോഷം എന്താ വെച്ചാൽ അതിലേക്ക് തന്നെ സജസ്റ്റ് ചെയ്ത് രാജുവേട്ടനാണ്. ഞങ്ങൾ സെവൻത് ഡേയുടെ സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ സെവൻത് ഡേയിൽ. പക്ഷെ ഞങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പോകേണ്ടത്, അതായത് മറ്റു ഭാഷകളിൽ പോയി സിനിമ ചെയ്യുന്നത് മാത്രമല്ല ഇവിടുത്തെ സിനിമകൾ എങ്ങനെയാണ് പുറത്തേക്ക് പോകേണ്ടത്, സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് പുലർത്തേണ്ട ആത്മാർത്ഥത തുടങ്ങിയ പല കാര്യങ്ങളും, ഫോക്കസ് തുടങ്ങിയ പല കാര്യങ്ങളെ പറ്റിയിട്ടും എനിക്ക് ഒരു ചിന്തയുണ്ടാവുന്നതും എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവുന്നതൊക്കെ രാജുവേട്ടൻ്റെ ഇൻസ്പിറേഷനിൽ നിന്ന് തന്നെയാണെന്ന്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി തന്നെ ഇങ്ങനൊരു പടത്തിൽ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട് എന്നും പറഞ്ഞിട്ട് പുള്ളി സജസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും പിന്നെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും പുള്ളി തന്നെയാണ് ഇടപെട്ട് അത് മൊത്തം സോർട്ട് ചെയ്ത് ഞാൻ ആ സിനിമയിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയത്. പക്ഷെ ആ സിനിമ കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീജനങ്ങളെ വലിയ സിമ്പതി പിടിച്ചു പറ്റാൻ അപ്പുവേട്ടനെ പറ്റി. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആയി ആ സിനിമയായിട്ടും. ചുറ്റും ആൾക്കാരും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ രാജുവേട്ടന് മെസ്സേജ് അയച്ചു, ചേട്ടാ താങ്ക് യു സോ മച്ച്, ചേട്ടൻ എന്നെ സജസ്റ്റ് ചെയ്തത് എൻ്റെ ക്യാരക്ടറും റിസീവ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, എന്തായാലും താങ്ക് യു സോ മച്ച്, എനിക്കിനി കുറേ നല്ല ക്യാരക്ടേഴ്സ് വരും, അപ്പോൾ താങ്ക് യു ചേട്ടനും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് പുള്ളി പറഞ്ഞു, നീ ഇനി ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യേണ്ടി വരില്ല, നിനക്കിനി വരാൻ പോകുന്ന ലീഡ് വേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ ഞാൻ നല്ലൊരു ക്യാരക്ടർ വേഷമല്ലോ ഇന്നത്തെ ചെയ്ത്, അപ്പോൾ തുടർന്നും എനിക്ക് അങ്ങനെ അല്ലേ വരിക, നീ കണ്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുള്ളൊരു 100 കഥ വന്നിട്ടുണ്ടെങ്കിൽ അത് 90 എണ്ണം നായക വേഷമായിരുന്നു. എന്നിട്ടും ഞാൻ നായക വേഷം അല്ലാത്ത വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമയുടെ ടോട്ടാലിറ്റിയാണ് എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. പിന്നീട് 15 ആയപ്പോഴേക്കും മെക്സിക്കൻ അപാരതയിലോട്ട് ലാൻഡ് ചെയ്യുന്നു. അത് 16 വരുന്നു. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ്? 17 മാർച്ച് 3 മെക്സിക്കൻ അപാരത ഇറങ്ങുന്നത്. ടൊവിനോ ലീഡാക്കി കളയാമെന്ന് മുന്നേ പരിചയം ടോം മിട്ടി യൂട്യൂബ് ബ്രൂട്ടസിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നീ ഇങ്ങനൊരു പടം ചെയ്യണോടാ, അങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടോം മിട്ടിയാണ് ശരിക്കും മെക്സിക്കൻ അപാരത. അപ്പൊ അതാണ് ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ സക്സസ് നോക്കുന്ന സമയത്ത്, ആ ബാങ്കബിലിറ്റി നോക്കുന്ന സമയത്ത് ആ സിനിമ എനിക്ക് ഉണ്ടാക്കി തന്നത് തുടർന്ന് അങ്ങോട്ടുള്ള കുറേ സിനിമകളാണ്. അതിനാണ് അതിൻ്റെ ആ ഒരു സ്ട്രീക്ക് തന്നെയാണ് ഇപ്പോഴും. ഈ ടോവിനോയെ പറ്റി രസകരമായിട്ടുള്ള വേറൊരു ഒബ്സർവേഷൻ ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് കണ്ട സ്ഥലം അൺപോപ്പുലർ ഒപ്പീനിയൻ ആണെങ്കിലും പറഞ്ഞ കാര്യത്തിൽ അതിലൊരു കാര്യമുണ്ട്, അത് പറയാൻ. ഇപ്പോൾ ടോവിനോയുടെ ഒരു പടം മെക്സിക്കൻ അപാരത ആദ്യമായിട്ട് അങ്ങ് ഹിറ്റായി, പടം അങ്ങ് പോവാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ട് ഒബ്വിയസ്ലി. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ കൂടി വലിയൊരു പടം, കുറേ കൂടി നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ട് പിന്നീട് അതിനുശേഷം അപ്പോൾ നിങ്ങൾ അങ്കമാലി ഡയറീസ് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം, അല്ലെങ്കിൽ ഈ രണ്ടും ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞാനും ആൻ്റണിയും കൂടെ കെട്ടിപ്പിടിച്ച് എന്നിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും ഓരോ പടം നാളെ വരുന്നുണ്ട്, മിന്നിച്ചേക്കണേ. അപ്പോൾ പിന്നെ എന്താ അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മുടെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങിയപ്പോൾ ARM ഇറങ്ങിയപ്പോൾ കിഷ്കിന്ദകാണ്ഡം നന്മയുടെ അടിസ്ഥാനത്തിൽ കേട്ടോ കുറേ കൂടി ആളുകൾ പിന്നാലെ പോകാൻ. അതേപോലെ എന്നാ താൻ കേസോട് അതിൻ്റെ കൂട്ടത്തിൽ തല്ലുമാല വരുന്നു. അപ്പം അങ്ങനെ ഒരു സിനിമ കുറേ കൂടി പോസിറ്റീവ്, അതായത് ഇത് പോസിറ്റീവ് അല്ലെന്നല്ല, ഇത് പോസിറ്റീവ് കിട്ടുമ്പോൾ അതിനേക്കാൾ ഓൺ ദ മീറ്റർ കുറച്ചും കൂടി കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വേറെ പടം തകർത്ത് ഓടുന്നു. എന്താണ് കുഴപ്പം? അത് ഇഷ്ടപ്പെടുകയാണോ, അതിനോട് അത് എൻജോയ് ചെയ്യണോ? അതിനകത്തുള്ള എൻ്റെ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ, ആളുകൾ 2 സിനിമ ഒരേ സമയം തിയേറ്ററിൽ നിറഞ്ഞോടുക എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനേക്കാളും വലിയ സന്തോഷമില്ല. നല്ല സിനിമകളുണ്ടായിട്ട് അത് തിയേറ്ററിൽ വന്ന് ആൾക്കാരെ തിയേറ്ററിൽ കയറി കാണാതിരിക്കുന്ന സമയത്താണ് ആ വിഷമം. എൻ്റെ സിനിമയാണെങ്കിലും അതല്ല വേറൊരാൾ ചെയ്തൊരു നല്ല സിനിമയാണെങ്കിലും തിയേറ്ററിൽ ഓടാതെ വരുന്ന സമയത്ത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട്. ഇത് ഞാൻ മുമ്പും
പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനിപ്പോഴും കാണുന്നത് മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ടീമാണെങ്കിൽ ആ ടീമിലെ ഒരു പ്ലെയറാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ സിനിമകളുടെ ഓപ്പോസിറ്റ് വേറെ നല്ല സിനിമകൾ അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലതായിട്ടുള്ള സിനിമകൾ വന്നുകൊണ്ട് എൻ്റെ സിനിമകളെ അത് ബാധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ 2012 ഞാൻ സിനിമ അഭിനയം തുടങ്ങിയിട്ട് അന്ന് നിന്നതിനേക്കാളും എത്രയോ ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സക്സസ്ഫുള്ളാണ്, ഞാൻ ഭയങ്കര കണ്ടൻറ്റാണ് ആ കാര്യത്തിൽ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പടം കൂടെ ഓടിയതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടായിരിക്കണം ഞാൻ വിജയിക്കേണ്ടത്. മറ്റൊരാളുടെ കഴിവുകൊണ്ട് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് അഭിമാനിക്കാനൊന്നുമില്ല. തിയേറ്ററിൽ ബോർഡ് സെറ്റായ 2 പടത്തിന് ഒരുപോലെ ഗുണം ചെയ്യുന്നുള്ളത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോപ്പുലാരിറ്റിയുടെ കാര്യം അങ്ങനെ. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഏതൊരു നടനും അവാർഡ് കിട്ടിയാൽ മുഷിയില്ലല്ലോ അല്ലേ? അങ്ങനത്തെ ആഗ്രഹം. അവാർഡിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ 2 ഉത്തരവുണ്ടല്ലോ. അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അംഗീകാരം, താങ്ക് യു സോ മച്ച് എന്ന് പറയും. അവാർഡ് കിട്ടിയില്ലെങ്കിൽ പറയും പ്രേക്ഷകരുടെ അംഗീകാരമാണ് അതിനേക്കാൾ. അതത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ചോദിക്കാൻ വന്നതല്ല. അവാർഡ് കിട്ടുന്ന സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പോൾ ആ ക്രോസ് ഓവറൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടോ ഇതിനോട് പല സിനിമകളിലെ അഭിനയം അവാർഡ് കിട്ടാൻ പോകുന്ന സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ പക്ഷേ അവാർഡ് വളരെ കുറച്ച് അവാർഡുകളിലൊക്കെ വന്നിട്ടുള്ളൂ. അത് യാദൃച്ഛികതയാണോ അതോ? അവാർഡുകൾക്കൊക്കെ ഒരു കൗതുകം, ഒരു രസം എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് അതാണ് അൾട്ടിമേറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അല്ലേ? അല്ല, അതാണ് അൾട്ടിമേറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പടം അതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തുകയും അവരത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പടം എന്താണെന്നുള്ളത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ കിട്ടാത്ത നിരാശ ഓഡിയൻസിലേക്ക് എത്തിയില്ല അല്ലെങ്കിൽ പടം തിയേറ്ററിൽ വിജയിച്ചില്ല എന്നുണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന നിരാശയൊന്നും അവാർഡ് കിട്ടിയില്ലെങ്കിലും ഉണ്ടാവാറില്ല. അവാർഡ് ആരുടെ അല്ല അങ്ങനെ അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ അത് ഇല്ലെങ്കിലും അല്ല ആഗ്രഹം എല്ലാവർക്കും കാണും. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കിട്ടിയാൽ നമ്മൾ ആഹാ ഓഹോ എന്ന് പറയും, കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എന്ത്, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ടോവിനോയുടെ കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോയി എടുത്തു നോക്കി, IMDb-യിലൊക്കെ പോയി നോക്കി. അപ്പം ആദ്യത്തെ സിനിമ സജീവ അന്തിക്കാടിൻ്റെ ആദ്യത്തെ സിനിമ തൊട്ട് പ്രഭുവിൻ്റെ മക്കൾ തൊട്ടിട്ട് ഇപ്പം ജിതിൻ ലാലിൻ്റെ ARM വരെ 50-52 സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. അതിലൊരു 80% നവാഗത സംവിധായകരുടെ ആദ്യത്തെ സിനിമകളാണ്. സമ്മതിക്കണം. ഈ ധൈര്യം അത് ഞാൻ ചോദിച്ചത് ആ റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ധൈര്യം. ഞാൻ ഭയങ്കര റിസ്ക് ആയിട്ട് ഒന്നാമത് അങ്ങനെ വരുംവരായികളെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള ആളല്ല ഞാൻ. ആ സ്പോട്ടിൽ എന്ത് തോന്നുന്നു ഒറ്റ ബുദ്ധിയൊന്നും ഉച്ചപ്രാന്തെന്നൊക്കെ ആൾക്കാർക്ക് വിളിക്കാം. പക്ഷേ അത് കമ്മിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് ആ സിനിമയ്ക്ക്? അത് ചേട്ടാ, ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എന്നെ വെച്ചിട്ട് സിനിമ എടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നത് ഇങ്ങനെയുള്ള പുതുമുഖ സംവിധായകരാണ്. അതെനിക്ക് വർക്കായെന്ന് വെച്ചാൽ ആ പുതുമുഖ സംവിധായകരുടെ സിനിമകൾ കൊണ്ടാണ് എനിക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടായത്. ഇപ്പോൾ ബിമലേട്ടൻ എന്നതിൻ്റെ മൊയ്തിൽ ആ കഥാപാത്രമാണ് എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയത്. അത് കഴിഞ്ഞ് ടോം ഉമ്മട്ടിയുടെ മെക്സിക്കൻ അപാരതയാണ് ബാങ്കബിലിറ്റി തന്നത്. തുടങ്ങി തീവണ്ടി ഫെല്ലിയുടെ ആയത്തെ പടമായിരുന്നു. തുടങ്ങി എൻ്റെ സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സക്സസ് ഉണ്ടായിട്ടുണ്ട്. ആ സക്സസ്സാണ് തുടർന്നും അത് തന്നെ ആ സ്ട്രാറ്റജി തന്നെ തുടരാനുള്ള എൻ്റെ ധൈര്യം. എമംഗ് ദി ഈക്വൽസ് വർക്ക് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അതോ കുറേ കൂടി സീനിയർ ആയിട്ടുള്ള സംവിധായകരാണെങ്കിൽ? രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചോദിക്കുന്നത് അതിലൊരു ഡിസ്കംഫർട്ട് ഉണ്ടോ അതോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സീനിയർ ഡയറക്ടറിൻ്റെ എക്സ്പീരിയൻസും അതിൽ നിന്ന് വരുന്ന പൊസിഷനും നമുക്ക് പറഞ്ഞു തരുന്ന ടെക്നിക്സും നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. അതേസമയം ഒരു ഫ്രഷറാണെങ്കിൽ ഈ ഫ്രഷറുടെ ചിന്തകളൊന്നും ഈ ഫോർമുലകളിലൊന്നും വീണിട്ടുണ്ടാവില്ല. അയാൾക്ക് ടെക്നിക്കുകളൊന്നും അറിയില്ല. കുറച്ചും കൂടെ ഇമോഷനും പാഷനും ഒക്കെ ആയിരിക്കും ആ സിനിമയ്ക്കുണ്ട്. ഇത് രണ്ടും നല്ലതാണ്. ഇതിൽ രണ്ടിലും നമുക്ക് കുറേ പഠിക്കാനുണ്ട്. മറ്റേതിൽ ടെക്നിക്സാണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ട്രയൽ ആൻഡ് എററിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പഠിക്കും. അപ്പോൾ രണ്ടും ഈക്വലി ഗുഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഈ സമയത്ത് മെൻഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റത് രാജുവേട്ടൻ്റെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ 100 സിനിമകളിലധികം ചെയ്തിട്ടുള്ള ഒരു ആക്ടർ, പുള്ളി ഞങ്ങളുടെക്കാളും തൊട്ട് മുമ്പത്തെ ഒരു ജനറേഷനിലാണ് നിൽക്കുന്നത്. പ്രായം കൊണ്ട് ഞങ്ങളുടെ അടുത്താണ് നിൽക്കുന്നുണ്ടെങ്കിലും തൊട്ട് മുമ്പത്തെ ജനറേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളി വന്നത്. അപ്പോൾ
ആ സമയത്ത് പുള്ളി വന്നപ്പോൾ അങ്ങോട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയും പുതിയ ആൾക്കാരോടെ ഒക്കെ വർക്ക് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും പിന്നെ പുള്ളിയുടെ ഒരു ജനറൽ ഒരു കോൺഫിഡൻസ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളിയുടെ അവിടെ ഒരു ഡൗട്ട് കാരണം കൊണ്ട് എന്നാൽ ഒരു ഷോട്ടും കൂടി എടുത്ത് വെച്ചേക്കാം ആവശ്യം വന്നാലും, അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ ആ ഒരു പ്രിസിഷനും പുതിയ ജനറേഷൻ്റെ ഒരു ഡയറക്ടർ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന തോട്ട്സിലെ ഫ്രഷ്നെസ്സും രണ്ടും ഒരേപോലെ ഞാൻ കണ്ടിട്ടുള്ളത് രാജുവേട്ടനിലാണ്. ഇപ്പോൾ ഈ എമ്പുരാൻ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പറയും കട്ട് ഷോട്ടൊക്കെ ബ്രേക്ക്, ബ്രേക്കിന് മുമ്പത്തെ അവസാനത്തെ ഷോട്ട് ഒന്ന് പ്ലേ ബാക്ക് എങ്കിലും. അതിൽ ഫുൾ ലെങ്ത് റോളാണല്ലേ പുതിയ സിനിമ മറ്റേതുപോലെ തന്നെ. ഇപ്പം നമ്മൾ കുറേ സിനിമ 10-50 സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ടെംപ്ലേറ്റുകൾ ഓരോന്നും ഇത് അഭിനയിച്ച് കാണും. ചിലപ്പോൾ ഒരു SI അല്ലെങ്കിൽ ഒരു വില്ലൻ, ഒരു ഗുണ്ട, ഒരു കോളേജ്. രണ്ടാമതൊരിക്കൽ കൂടെ ആ കഥാപാത്രം വേറൊരു സിനിമയുടെ വേറൊരു കഥയുടെ രൂപത്തിൽ വരുമ്പോൾ ആ ടെംപ്ലേറ്റ് ആവർത്തിക്കപ്പെടാതിരിക്കാൻ, സ്റ്റാൻഡർഡൈസ് ആയി പോകാതിരിക്കാൻ, സ്റ്റീരിയോകാസ്റ്റ് ആയി പോകാതിരിക്കാൻ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കുക? എങ്ങനെ പറ്റാറത്? അതിന് വേണ്ടി ഒരു ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം വേണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നമ്മളെ ആക്ച്വലി ഒരു ബിഹേവിയറൽ കൈൻഡ് ഓഫ് ആക്ടിങ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ എല്ലാ സിനിമയിലും ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനങ്ങനെ ഭയങ്കര ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ നമ്മളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കും. അതിൻ്റെ ഡയറക്ടറും റൈറ്ററും AR പോലത്തെ സിനിമകളാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി നമ്മൾ ഒരു ആക്ടിങ് ട്രെയിനറിൻ്റെ ഒരു കൺസൾട്ട് ചെയ്ത് അവരുടെ കൂടെ ഇരുന്നിട്ട് ഡിസ്കഷൻസിൽ കൂടെയാണ് ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ചെന്ന് പെർഫോം ചെയ്യുന്നതും ഹോംവർക്കൊക്കെ ചെയ്ത് പ്രിപ്പയർ ആയിട്ട് ചെന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളവിടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റിപ്പീറ്റേറ്റീവ് ആവുന്നതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ട്. പിന്നെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ പലതരം ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഈ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് എങ്ങനത്തെ കഥാപാത്രം അവതരിപ്പിക്കണം? അപ്പോൾ ഒരു ടഫായിട്ടുള്ളൊരു പോലീസുകാരനെ അവതരിപ്പിക്കാനാണോ അതോ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പയ്യനെ അവതരിപ്പിക്കാൻ? എല്ലാം ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ ഫിസിക്കുള്ള കാരണം കൊണ്ട് ഇന്നസെൻസ് ചെയ്യാൻ ചെയ്ത ആൾക്കാർക്ക് പിന്നെ എന്തെങ്കിലും കാണിക്കണമെന്ന് തോന്നാൻ സാധിക്കും. പ്രസിദ്ധ പയ്യൻ്റെ അകത്ത് കുറച്ചൊക്കെ തുടക്കത്തിൽ, പക്ഷേ ആ സാധനമാണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്. അതാണ് പിന്നീട് ഇപ്പോൾ ഈ അജയൻ രണ്ടാം വർഷത്തല്ല അജയനുള്ളത് ആ ഒരു ഇന്നസെൻസ് ആണ്. അപ്പം ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പഠിക്കും. ഞാൻ വന്നിട്ട് ഇതുവരെയായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചാൽ അത്രയല്ലേ വേണ്ടു. നമ്മൾ അതല്ലേ എന്നെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. പല നടന്മാരും 30-40 ഇയേഴ്സ് ഒരുപാട് കാലം കൊണ്ടാണ് ഇമ്പ്രൂവ്മെന്റ് ഇപ്പം നമ്മൾ കാണുന്നത്. ആദ്യത്തെ 20 വർഷം എന്താണ് അവർ ചെയ്തത്? 20 വർഷം പോലും ആയിട്ടില്ലല്ലോ. നമുക്ക് പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ആദ്യത്തെ 5 വർഷത്തിൽ തന്നെ 30 വർഷം 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് അപ്പം നമ്മുടെ തന്നെ അങ്ങനെയാണോ നമ്മൾ ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ. അല്ല, ഇതിനെല്ലാം എന്താ പറയുക, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ ഒറ്റ ദിവസം. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതാണ് കറക്റ്റ്. സമയമെടുക്കും. ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി, അതുപോലത്തെ എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ക്യൂരിയോസിറ്റിയും ആ ഒരു എന്തൂസിയാസവും പോവാതിരിക്കുന്നിടത്തോളം ആണ് സിനിമയിൽ നിൽക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ എന്തൂസിയാസവും ഫയറും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കരുത്. അത് എനിക്കും ബുദ്ധിമുട്ടായിരിക്കും, സിനിമ കാണുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും, കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും.